പത്തനംതിട്ട കോന്നിയിൽ പാറമട അപകടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മറ്റൊരാൾ കൂടി അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. പ്രതികൂല കാലാവസ്ഥയും പാറ ഇടിഞ്ഞു വീഴുന്നതും കണക്കിലെടുത്ത് രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. രാവിലെ 7 മണിക്ക് തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിനിടെ പാറ ഇടിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു കോന്നി പയ്യനാമൺ ചെങ്കളത്ത് ക്വാറി ഇൻഡസ്ട്രീസിൽ അപകടമുണ്ടായത്. ഇതര സംസ്ഥാന തൊഴിലാളികളായ ഹിറ്റാച്ചി ഓപ്പറേറ്റർ അജയ് റായ്, സഹായ് മഹാദേവ പ്രധാൻ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. ഉടൻ തന്നെ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയെങ്കിലും പാറ ഇടിഞ്ഞു വീണുകൊണ്ടിരുന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി. ജിയോളജിസ്റ്റ് എന്താ വെച്ചാൽ ഇത് അളന്നത്? ഞങ്ങൾ ഡ്രോൺ സർവേ നടത്തണമെന്ന് ഞങ്ങൾ ഇത് പറഞ്ഞിട്ട് 6 മാസത്തിൽ കൂടുതലായി. കാരണം ഇതെത്ര പൊട്ടിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ഡ്രോൺ സർവേ നടത്തണമെന്ന് ഇതുവരെ ജിയോളജിസ്റ്റ് അതിന് ഒരുങ്ങിയിട്ടില്ല. ഈ മരണത്തിന് പൂർണ്ണ ഉത്തരവാദി കോന്നി പഞ്ചായത്ത് സെക്രട്ടറിയും ജിയോളജിസ്റ്റുമാണ്. ഇതിനിടെ പാറ കഷ്ണങ്ങൾക്കിടയിൽ നിന്നും മഹാദേവ പ്രധാന്റെ മൃതദേഹം ഫയർഫോഴ്സ് പുറത്തെടുത്തു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് തിരുവല്ലയിൽ നിന്നുള്ള NDRF സംഘവും സ്ഥലത്തെത്തി. എന്നാൽ പാറ ഇടിഞ്ഞതോടെ തിരച്ചിൽ തടസ്സപ്പെട്ടു. ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ നേരിട്ടെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. രാവിലെ 7 മണിയോടെ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് പ്രേംകൃഷ്ണൻ IAS. അതിൻ്റെ മുകളിലെല്ലാം പാറ മൂടി കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഫയർഫോഴ്സിനെ കൊണ്ട് ആ ഒരു സ്ഥലം ചെക്ക് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ക്രെയിനും കാര്യങ്ങളും കൊണ്ടുവരാനിരിക്കുമ്പോഴാണ് ഇപ്പോൾ വലിയ പാറ സ്ലിപ്പായി മൊത്തം താഴെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നല്ല ഈർപ്പവും ചെറിയ മഴയും ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കടക്കുക വളരെ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇന്നത്തെ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഡ്രോൺ ഉപയോഗിച്ച് നമ്മൾ സർവേ ചെയ്ത് നോക്കിയ ശേഷം നാളെ രാവിലെ വീണ്ടും പുനരാരംഭിക്കാമെന്നാണ് കരുതുന്നത്. കോന്നി പഞ്ചായത്തിൽ മാത്രം 8ഓളം ക്വാറികളാണ് പ്രവർത്തിക്കുന്നത്. ദുരന്തമുണ്ടായ ക്വാറിയടക്കം ഇതിൽ പലതും അപകടകരമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ആക്ഷേപം. 24 പത്തനംതിട്ട.